ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 12.65 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കോതമംഗലം മണ്ഡലത്തിലെ ഏറ്റവും വലിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ആവോളിച്ചാലിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ MLA പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വെള്ളം ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുള്ള പ്രദേശങ്ങൾ കവളങ്ങാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളുണ്ട്, പല്ലാരിമംഗലം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ, വാരപ്പെട്ടി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ, അതോടൊപ്പം തന്നെ കോതമംഗലം നഗരസഭാ പരിധിയിൽ ഉൾപ്പെടെ പെരിയാറിൽ നിന്നുള്ള വെള്ളം നമുക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. അപ്പൊ ഇങ്ങനെ ഒരു പദ്ധതി ഞാനിപ്പോ 2016 മുതൽ നിരന്തരമായി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഈ രണ്ട് ഗവൺമെന്റിന്റെ കാലത്ത് ഒട്ടനവധി ഇടപെടൽ നടത്തുകയാണ്. പല തടസ്സങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായും പല തടസ്സങ്ങൾ വരികയുണ്ടായി. ഇപ്പൊ ഇവിടെ ഇത് എല്ലാം ഒരു വകുപ്പിന്റെ കീഴിലാണെന്ന് പറയുമ്പോൾ ഈ ഭൂമി ലാൻഡ് ഈ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ സാങ്കേതികമായിട്ട് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ആവോളിച്ചാലിൽ നിന്ന് പെരിയാറിലെ വെള്ളം റീലിഫ്റ്റ് ചെയ്ത് പേരക്കുത്ത് തോട്ടിലെത്തിക്കുകയും അവിടെ നിന്നും കോതമംഗലം നദിയിലേക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത പദ്ധതി. വാട്ടർ അതോറിറ്റിയുടെ അധീനതയിലുള്ള ആവോളിച്ചാൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിനോട് ചേർന്ന് പമ്പ് ഹൗസ് നിർമ്മിച്ച് പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് പെരിയാറിൽ നിന്നും പൈപ്പിലൂടെ ജലം പമ്പ് ചെയ്ത് പേരക്കുത്ത് തോട്ടിലെത്തുന്ന നിലയിലാണ് പ്രസ്തുത പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KK ദാനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഹറ ബഷീർ, ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ രാജേഷ് കുഞ്ഞുമോൻ, പഞ്ചായത്ത് അംഗങ്ങളായ തോമച്ചൻ ചാക്കോച്ചൻ, ജിൻസി മാത്യു, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോഷി സിറിയക്, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭിജിത്ത് ചന്ദ്രബോസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.